കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു ടീ ടൈം സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. മുട്ട ബോണ്ട. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ രുചിയുള്ള ഒരു മുട്ട ബോണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ രുചിയുള്ള ഒരു സ്നാക്കാണിത്. അധികം സമയവും വേണ്ട ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് 450ഓളം വീഡിയോ ഇട്ടിട്ടുണ്ട്. പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മുട്ട ബോണ്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. 5 മുട്ട പുഴുങ്ങി തോട് പൊളിച്ച് വെച്ചിരിക്കുന്നത്, 3 ഇടത്തരം സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു പച്ചമുളക്, ഇത് ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കപ്പ് മൈദാ മാവ്, 1.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, ഇത് പുട്ടിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. നമുക്ക് ഇനി ആദ്യമേ ഈ മുട്ടയൊന്ന് മുറിച്ച് വെള്ളയും ഇതിൻ്റെ മഞ്ഞയും സെപ്പറേറ്റ് ആക്കി വെക്കണം. ഇത് നമുക്ക് പൊടിച്ച് ചേർക്കാനുള്ളതാണ് മഞ്ഞ, അതുകൊണ്ട് പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇതുപോലെ നമുക്ക് എല്ലാ മുട്ടയും മുറിച്ച് വെക്കാം. മുട്ട ഓരോന്നും മുറിച്ച് അതിൻ്റെ വെള്ളഭാഗം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, മഞ്ഞയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മഞ്ഞ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി അരിഞ്ഞതാണ്, കൊത്തി അരിയുന്ന പോലെ അരിഞ്ഞതാണ് സവാള. അങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർക്കാം, തീ ഒരു മീഡിയം ആക്കി കൊടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടാലും മതി. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീരെ കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഗരം മസാല, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇതിൻ്റെ അകത്ത് ചേർത്തുള്ളൂ. ബാക്കി നമുക്ക് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചേർക്കാനാണ്. അതുപോലെ ഗരം മസാലയും കുറച്ച് അതിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ.
ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയുടെ എരിവും മണമാണ് കൂടുതൽ നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് മുളക് പൊടി കളറിന് വേണ്ടി ചേർത്തതേ ഉള്ളൂ. പൊടികളുടെ പച്ചമണമൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയും സവാളയും അതുപോലെ ഈ മഞ്ഞ ഭാഗം എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കണം. ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നമ്മൾ ആദ്യമേ സവാള വഴറ്റിയപ്പോൾ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഉപ്പൊന്ന് നോക്കണം. ഇവിടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാം. ഇനി നമുക്കത് മുക്കി പൊരിക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദാമാവ്, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഈ ബാറ്റർ ഗരം മസാലയും കൂടെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഇത് ഒത്തിരി കട്ടിയാകരുത്, ഒത്തിരി ലൂസും ആകരുത്. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കലക്കാവുള്ളൂ. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ ഇത് കലക്കി വെക്കണം. അല്ലെങ്കിൽ ഇത് മുട്ട പിടിച്ചിരിക്കുകയില്ല. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ മുട്ടയും എടുത്ത് കുറേശ്ശെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് നിറയ്ക്കണം. ഇച്ചിരി പൊങ്ങിയിരിക്കണം. നന്നായിട്ട് നിറച്ച് വെക്കണം. ഇതുപോലെ ഓരോ മുട്ടയും നിറച്ച് വെക്കാം. എല്ലാ മുട്ടയും ഇപ്പം നമ്മൾ ഫില്ലിംഗ് കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഓരോ മുട്ടയും എടുത്ത് ഈ ബാറ്ററിൽ മുക്കി കൊടുക്കാം. ഇതുപോലെ മുക്കിയെടുക്കണം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ എടുത്ത് ബാറ്ററിൽ മുക്കി ഞാനിത് 2 എണ്ണ ഇപ്പോൾ ഇടുന്നുണ്ട്. ഒരു വശം ഒന്ന് നന്നായിട്ട് അയക്കാം. അതായത് ഇട്ട് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇതിലൊന്ന് തൊടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞ് ചെറുതീയിലിട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് മറിച്ചിടാവോ എന്ന് നോക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു അല്പം കൂടെ കളറായി കഴിയുമ്പോഴത്തേക്കും തങ്ങിയെടുക്കാം. ഇപ്പം ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ബോണ്ട റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മുട്ട ബോണ്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
ഞാൻ സോഫി കുര്യാക്കോസ്.